VP Nasser, ശ്രീ PC ജോർജ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ PC ജോർജ്, താങ്കളെ പോലുള്ള ഒരു നേതാവ് 400 പെൺകുട്ടികൾ ലവ് ജിഹാദിനിരയായി എന്ന് പറയുമ്പോൾ ഈ കണക്ക് എവിടെ നിന്നാണ് എന്നാണ് നാട് ചോദിക്കുക. അങ്ങനെ ഒരു കണക്ക് മുന്നിൽ വെക്കാനുണ്ടോ? അങ്ങനെ ഒരു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? മനസ്സിലാക്കേണ്ട കാര്യം വസ്തുതാപരമായ കാര്യം മനസ്സിലാക്കണം. ഇപ്പോ ഈ 8-ാം തീയതി ഭരണങ്ങാനത്ത് നിന്ന് 25 പെൺകുട്ടി പോയിട്ടുണ്ട്. ഒന്ന് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി പോയതാ നമ്മുടെ ഇവിടെ നമ്മുടെ കുളത്തങ്കൽ MLA അയൽവാസിയാ. ഒളിച്ചു ചോദിച്ചാൽ അറിയാം. അവിടുത്തെ ഒരു ചന്ത മുസ്ലിമാ കൊണ്ടുപോയിരിക്കുന്നത്. അത് പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് പിന്നെ ഇത് എല്ലാത്തിനും പേര് പറയാൻ പറ്റാത്ത എന്താന്ന് ചോദിച്ചാൽ ഇത് വലിയ കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ്. അവരുടെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയെന്ന് പറഞ്ഞ കുടുംബത്തിൽ നിന്ന് അണക്കേടാണ്. അതുകൊണ്ടാണ് പറയാത്തത്. ഈ പെണ്ണുങ്ങൾ പോയി എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ക്ലിയർ ആയില്ല ശ്രീ PC ജോർജ്. വിവാഹം കഴിച്ചു പോകുന്നു എന്നാണോ? കുഴപ്പമില്ലല്ലോ. വിവാഹം കഴിച്ചു പോകുന്നു എന്നാണോ? കടത്തിക്കൊണ്ടു പോകുന്നു എന്നാണോ? കേട്ടോ, വിവാഹം കഴിച്ചു പോകണമെങ്കിൽ നല്ലതാണ്. എനിക്ക് തർക്കമില്ലെന്ന്. ഇപ്പം മറ്റു മതസ്ഥരെ കല്യാണം കഴിക്കാം, വളരെ എന്നാ കുഴപ്പം. പക്ഷെ ഇതല്ല, ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകും. പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല. ഞാൻ അറിയുന്നത് അതുങ്ങളൊക്കെ ജീവിതം കട്ടപ്പയ്യായെന്ന്. മനസ്സിലായില്ലേ? എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? അല്ല, അതിന്റെ വിശദാംശത്തേക്ക് ഞാൻ കിടക്കും. നിങ്ങൾക്ക് ചാനലൊക്കെ ഉണ്ട്, അന്വേഷിക്കൂ. എന്റെ വായിൽ നിന്ന് കേൾക്കണം, പിടിക്കണം നിർബന്ധം. ശ്രീ PC ജോർജ്, ഈ 400 പേരും ഈ തരത്തിൽ പോയി എന്നാണോ താങ്കൾ പറയുന്നത്? മീനച്ചിൽ താലൂക്കിലെ ഈ 400 പേരും അത് കൂടുതലുണ്ടായിരുന്നില്ല പറഞ്ഞേക്കാം. അപ്പൊ എന്താണ് അതിലൊരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്തത്? എന്താണ് ഈ കുട്ടികളുടെ രക്ഷിതാക്കളൊന്നും ഒരു പരാതി പോലും കൊടുക്കാത്തത്? മനസ്സിലാക്കാം. അറിയാൻ വേണ്ടി ചോദിച്ച ഒരു പെൺകൊച്ചായോണ്ട് പറയാം. 18 വയസ്സ് കഴിഞ്ഞ ഏത് പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള പുരുഷനോട് പോകാനുള്ള അവകാശമുണ്ട്. അതിനകത്തൊരു കേസെടുക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചോ സുപ്രീം കോടതി വിധി അനുസരിച്ചോ കഴിയില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ കാര്യം. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം പെൺകുട്ടികളെ വശത്തായി കല്യാണം കഴിച്ചു കൊണ്ടുപോകുക. പിന്നെ എവിടെ പോയെന്ന് അറിയില്ല. അതൊക്കെ സിറിയ ഉൾപ്പെടെയുള്ള മകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തപ്പെടുന്നതൊക്കെയാണ് കേൾക്കുന്നത്. അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ 400 പെൺകുട്ടികളെ അങ്ങനെ കൊണ്ടുപോയോ? ഈ 400 പെൺകുട്ടികളെയും അങ്ങനെ കൊണ്ടുപോയി പറഞ്ഞാ നിങ്ങൾ ചെവിയല്ല കേട്ടില്ല നിങ്ങൾ? ഇല്ല, താങ്കൾ പറയുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ല ശ്രീ PC ജോർജ്. ഇവര് വിവാഹം കഴിച്ചു പോകാൻ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വിവാഹം കഴിച്ചു പോകാൻ അവകാശം കോടതി നൽകുന്നുണ്ടെങ്കിൽ, ഭരണഘടന നൽകുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് കടത്തിക്കൊണ്ടുപോയി എന്നാണ് ഈ 400 പെൺകുട്ടികളെ എവിടേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നാണ് താങ്കൾ പറയുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഓരോന്നോരോന്ന് എഴുതി നിങ്ങളുടെ കൈയിലോട്ട് തരാം. അല്ല, എന്റെ കയ്യിലേക്ക് അല്ലല്ലോ. താങ്കൾ അത് അങ്ങനെ അത്രയും കൺസേൺ ഉണ്ടെങ്കിൽ താങ്കൾ ഇത് പോലീസിന് കൊടുക്കൂ. താങ്കൾ ഇത് പോലീസിന് കൊടുക്കാത്ത എന്താണ്? റൈറ്റ്, ഇങ്ങനെ കണക്കുകൾ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് കൊടുക്കേണ്ടത്? അത് മാധ്യമപ്രവർത്തകരുടെ മുന്നിലല്ലോ. സ്വാഭാവികമായിട്ടും അത്രയേറെ ആശങ്കയുണ്ടെങ്കിൽ ഈ കണക്കുകൾ കൊടുക്കേണ്ടത് പോലീസിലേക്കല്ലേ അല്ല എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അദ്ദേഹം അതിന് പ്രതികരിച്ചില്ല. ശ്രീജിത്ത് നമുക്കൊപ്പമില്ല. ഇതിനകത്ത് യൂത്ത് ലീഗ് പ്രതികരിച്ചിരിക്കുന്നത് പോലീസ് കൃത്യമായി കേസ് എടുക്കണം എന്നാണ്. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കഴിഞ്ഞ തവണയും പോലീസ് കേസെടുക്കാൻ വൈമുഖ്യം കാണിച്ചു. ആ സമയത്ത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നു. അതുകൊണ്ടാണ് കോടതിയിലേക്ക് ലീഗിന് കടക്കേണ്ടതായിട്ട് വന്നത്. കോടതി വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. കോടതി അത് അറസ്റ്റിലേക്ക് നീക്കുകയും ചെയ്തു. ആ ജാമ്യ വ്യവസ്ഥകളിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശമുണ്ടായിരുന്നത്. പോലീസ് കാലതാമസം ഉണ്ടാക്കുകയാണെങ്കിൽ നേരിട്ട് കോടതിയിലേക്ക് പോകും എന്നാണ് യൂത്ത് ലീഗ് പറഞ്ഞിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസും സമാനമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.